മീൻ സദ്യ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ അരീക്കിൽ പോയിട്ട് കുറച്ച് അധികം മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. കിച്ചുവും ഫ്രണ്ട്സ് 4 പേരും കൂടി പോയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാൻ പറ്റി. കൊഞ്ച് മാത്രം കുറച്ചേ കിട്ടിയുള്ളൂ. നമ്മൾക്ക് കൂടുതലും കിട്ടിയത് മത്തിയും അതുപോലെ നെമ്മീൻ്റെ വേറൊരു വിഭാഗത്തിൽ വരുന്നതാണ്. അതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല. അത് വറക്കാനാണ് നല്ലതെന്ന് അറിഞ്ഞിട്ടാണ് വാങ്ങിയത്. ഇപ്പം 20 കിലോ മത്തിയൊക്കെ നമ്മൾ വാങ്ങിയപ്പം അതിന് 450 രൂപയാണ് ഉണ്ടായത്. നമ്മൾ 4 പേരോട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പം അധികം ക്വാണ്ടിറ്റിയും വരുന്നില്ലല്ലോ. അപ്പോൾ ഇത്രയും മീൻ കിട്ടിയതുകൊണ്ട് നമ്മളതിനെ പല രൂപത്തിലും ഭാവത്തിലും ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചുള്ള പണിപ്പുരയിലാണ്. ആദ്യമേ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മൾട്ടി ടാസ്കിങ് ആയിരുന്നു. ബിന്ദു ചേച്ചി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ഇടത്തൂടെയും 4 കാര്യങ്ങളും ഒരേ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യമേ തന്നെ നമ്മൾ മത്തിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി വെട്ടിയെടുത്ത് വെച്ചു. കുറച്ച് നമ്മൾ മീനച്ചാർ ഇടാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. മത്തി അച്ചാർ ആരൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്? ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം പാകത്തിന് പുരട്ടി മീനിൽ അപ്ലൈ ചെയ്ത് വെക്കുവാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിനകത്തിലേക്ക് ജസ്റ്റ് ഒരുപാട് അളവിൽ അത് ഇനിഷ്യലി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അച്ചാറിനായതുകൊണ്ട് ജസ്റ്റ് മീനിലൊക്കെ ഒന്ന് പറ്റി പിടിക്കാൻ വേണ്ടി മാത്രം പാകത്തിന് എടുത്താൽ മതിയാവും. ശേഷം നമ്മളല്ലാതെ മസാലകൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ നല്ലവണ്ണം മത്തിയെ മുറിച്ച് മീൻസ് വരഞ്ഞിടാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലത്. കാരണം ഉള്ളിലും കൂടെ അതിൻ്റെ എരിവ് പാകത്തിന് പിടിക്കും. നല്ലോണം അത് കുഴച്ച് ഒരു 1/4 മണിക്കൂർ മാറ്റി വെക്കുക. അടുത്തതായി നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് മത്തി നമ്മൾ തേങ്ങ അരച്ച് പച്ചക്കറി മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്, എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും തേങ്ങ അരച്ച് കറി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ തിരുമ്മി സെറ്റ് ചെയ്ത് വെച്ചു. അതിലാവശ്യമായിട്ടുള്ള മുളക്, മഞ്ഞൾപ്പൊടി അതെല്ലാം പാകത്തിന് ചേർത്തു. മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കൂട്ടത്തിൽ മറ്റേ മീൻ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെയും പാകപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൊഞ്ചൊരു 1/4 മണിക്കൂർ പരീക്ഷണത്തിന് ശേഷം അതും പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തേങ്ങയെ നമ്മൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മിക്സിയിൽ അതിനെ അരച്ചെടുക്കുക. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. പാകത്തിന് ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി തുടർന്നുള്ള ഐറ്റംസ് അങ്ങനെ ചേർക്കാം. അതിനുശേഷം നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മൾ വറക്കാനുള്ള മീൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തായിരുന്നല്ലോ. അപ്പം അത് വരഞ്ഞ് വെച്ചു. ആ വരഞ്ഞ മീനിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും പാകത്തിന് ചേർത്ത് കരിയാപ്പിലയും ചേർത്ത് വറക്കാനായിട്ട് നമ്മൾ പുരട്ടി വെച്ചു. അതിനുശേഷം നമ്മൾ പച്ചക്കറിയുടെ പേസ്റ്റ്, അതായത് മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയുടെ കണ്ടൻസിനെ നമ്മൾ ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. മാങ്ങ ഒരു 2-3 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. ആക്ച്വലി മാങ്ങ അച്ചാറിടാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷേ അത് നടന്നില്ല. അതുകൊണ്ട് അത് നമ്മൾ പുളിക്ക് പകരം നമ്മളിന്ന് മാങ്ങ ഇട്ടാണ് മീൻ കറി വെക്കുന്നത്. പുളിയിട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് വെക്കുമ്പോൾ. മാങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കറിയാം. അതിൻ്റെ ആ ഒരു പുളിരസം എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. പാകത്തിന് നമ്മളത് പേസ്റ്റ് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം അതിനുശേഷം നമ്മളതിനെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കാരണം മുളക് പൊടിയുടെ അളവ് കുറവായതുകൊണ്ട് പച്ചമുളകാണ് നമ്മൾ കൂടുതൽ ചേർത്തേക്കുന്നത്. കരിയാപ്പിലയും വീണ്ടും അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ
ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചു. പാകത്തിന് അത് തിളച്ച് വരുമ്പോഴേക്കും കഴുകിയെടുത്ത് വെച്ചിരിക്കുന്ന മത്തിയുടെ പീസസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് പാകപ്പെടുത്തിയ ശേഷം നമുക്കതിനെ വേവാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാം. ഒരു അടപ്പ് കൊണ്ട് മൂടി വെക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ആ മീനിനെ നമ്മൾ ബാക്കി മസാലയെല്ലാം ചേർത്ത് പുരട്ടിയിട്ടുണ്ട്. ആക്ച്വലി ഇത് നമ്മൾ കറി വെക്കാൻ നല്ല മീനല്ലെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേരറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. അപ്പോൾ നമ്മളതുകൊണ്ട് മാക്സിമം ഫ്രൈ പീസസ് എടുത്തേക്കുന്നത്. കുറച്ച് കഷ്ണങ്ങൾ മാത്രം കറിക്ക് വേണ്ടിയും സെപ്പറേറ്റ് ചെയ്തു. നല്ല രീതിയിൽ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഉച്ചക്കത്തേക്ക് ഒരു 3 പീസ് വറക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മളെല്ലാം പുരട്ടിയ ശേഷം ഫ്രീസറിലേക്ക് മാറ്റുമായിരുന്നു. നമ്മൾ ഈ മീൻ എടുക്കുന്ന സമയത്ത് ഉൾഭാഗങ്ങളിലേക്ക് മസാല നല്ലോണം ചെന്നോന്നൊന്ന് ശ്രദ്ധിക്കുക. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി ഇവിടെ അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മളത് വാങ്ങി വെച്ചു. കുക്കറിലാണ് ഇന്ന് നമ്മൾ ചോറും വെക്കുന്നത്. അപ്പോഴാണ് ഓർത്തത് നമ്മുടെ കൊഞ്ച് അവിടെ ഇരിക്കുന്ന കാര്യം. അതിനെ നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെച്ചു. ആ 3 പീസ് മീനെ നമ്മൾ നല്ല രീതിയിൽ മുറിച്ച് തിരിച്ചും മറിച്ചു വിട്ട് നമ്മളതിനെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു അവിയൽ സാമ്പാർ പരുവത്തി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെയാണ് അന്ന് നമ്മളവിടെ അടുക്കളയിൽ ജോലി ചെയ്തത്. 4 സൈഡിയതും എല്ലാത്തിലും കൂടി കൈയിട്ടിട്ടാണ് നമുക്ക് ആക്ച്വലി ഒരു 4 മണിക്കൂർ പരിപാടിയായിരുന്നു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടി ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഇത്രയും നമ്മൾ ജോലി കഴിഞ്ഞ് ആയപ്പോഴത്തേക്ക് സമയമായത്. അപ്പോൾ നമ്മുടെ മീൻ നല്ല രീതിയിൽ എണ്ണയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളതിനെ കോരി ഒരു പാത്രത്തിലേക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷമാണ് ഓർത്തത് കുറച്ച് മെഴുക്ക് പുരട്ടി ക്യാരറ്റ് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതായത് പൊട്ടറ്റോ ആക്ച്വലി നമ്മൾ മെഴുക്ക് പുരട്ടി ആക്കിയായിരുന്നു. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ അരിയാൻ വേണ്ടി പോയി. ഇതിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് കൊഞ്ചിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അതിനുള്ള മസാലക്കൂട്ടാണ്. അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൊണ്ട് പാകത്തിന് വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളാണ് ചേർത്തേക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കുക്കറിലിട്ടാണ് വേവിച്ചത്. നല്ല രീതിയിൽ ഒരു വിസിൽ വന്നാൽ മതിയാവും. അത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം പാകമായിരിക്കുന്ന നമ്മുടെ കൂട്ടിലേക്ക് നമ്മൾ കൊഞ്ചിനെ ആഡ് ചെയ്യുവാണ്. കുഞ്ഞു കൊഞ്ചായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 3 കിലോ മത്തി വെട്ടിയെടുത്ത സമയം കൊണ്ടാണ് ഞാൻ ഇത്രയും കൊഞ്ചിനെ വൃത്തിയാക്കിയെടുത്തത്. അത്രയും സ്പീഡും ഉണ്ടായിരുന്നു. അത് വേറെ കാര്യം. എൻ്റെ ഒരു സ്പീഡ് അങ്ങനെയൊക്കെയാണ്. എന്നാലും കുഞ്ഞു കൊഞ്ചായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ചായിരുന്നേ. അപ്പോൾ അതിനെ നമ്മൾ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ അച്ചാറിടാൻ വെച്ച മത്തി ഇതിൽ വറുത്ത് കോരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒരു സമയത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പുറത്തെ സ്റ്റൗവിൽ കൊഞ്ച് കറി ആയിക്കൊണ്ടിരിക്കുന്നു. കൊഞ്ച് കറിയല്ല, കൊഞ്ച് റോസ്റ്റായിരുന്നേ. നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുമായിരുന്നു സംഭവം. കരിവേപ്പിലൊക്കെ ഫ്രഷായിട്ട് ഇടുന്നതിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇപ്പുറത്തെ പാനിൽ എണ്ണ തിളച്ച് വന്നു. നമ്മൾ മീൻ അതിലേക്ക് ഇട്ടു. നിറയെ ഫില്ല് ചെയ്തിട്ടു. എണ്ണ പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ആ മീനൊന്ന് മുരിഞ്ഞു വരണം. ഭയങ്കര ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഒരു മോർ ദാൻ മീഡിയം ഫ്രൈഡ് ആയിട്ടുണ്ട്. അതായത് ക്രിസ്പ്നെസ് വന്ന് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ തിരിച്ചു മറിച്ചു വിട്ട് അത് കോരിയെടുക്കുമായിരുന്നു. നമ്മുടെ കുക്കറിലെ ചോറ് തയ്യാറായിട്ടുണ്ട്. സൈഡിൽ കൂടെ അതും വേണമല്ലോ, എന്നാലല്ലേ കറി മാത്രമായിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ചോറും റെഡി ആയിട്ടുണ്ട്. ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കരിയാപ്പും അതുപോലെ ടൊമാറ്റോയും നമ്മൾ കട്ട് ചെയ്ത് റോസ്റ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്.
വേറൊരു പ്ലേറ്റിലേക്ക് നമ്മൾ ഫിഷ് ഫ്രൈ ആയത് മാറ്റി വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ മത്തി പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ട്രിപ്പിട്ട മീൻ വറുക്കാൻ, അതായത് മീൻ അച്ചാറിനുള്ള മീനാണ് നമ്മളിപ്പോൾ ഈ കോരി എടുത്തുകൊണ്ടിരിക്കുന്നത്. എണ്ണ തോരാൻ പാകത്തിനൊരു പാത്രം നമ്മൾ ഹോൾസ് ഉള്ള പാത്രത്തിലേക്കാണ് നമ്മൾ കോരി ഇടുന്നത്. എണ്ണ മാക്സിമം പോയ ശേഷമാണ് നമ്മൾ കോരി ഇടുന്നത്, ഒരുപാട് ഓയിൽ കണ്ടൻറ്റ് ഇല്ലാത്ത രീതിയിൽ. അപ്പം ബാക്കി വന്നതിലേക്ക് നമ്മൾ സെക്കൻഡ് ട്രിപ്പ് വീണ്ടും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇതിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മൾ ആ പാത്രത്തിൽ തന്നെ അതിൻ്റെ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്തായിരുന്നു. നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളെല്ലാം. നേരത്തെ പറഞ്ഞ കണ്ടൻസ് തന്നെയാണ്, കൂടുതലായിട്ടും ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് നമുക്കിതിനാവശ്യം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ പീസസിനെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ് നല്ല രീതിയിൽ. ആക്ച്വലി ഈ വീഡിയോ കണ്ട് ഞാൻ സംസാരിക്കുമ്പം വായിൽ കൊതി വരുന്നുണ്ട്. ഇന്നിപ്പം നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ട് 2 weeks ആയില്ല, ഒരു 8-10 days ആവുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഈ 2-3 കിലോ വരുന്ന മീനച്ചാർ ഇന്ന് കാലിയായിട്ടുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിരുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഫൈനലി ഞങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ലോണം വിശന്നിരിക്കുകയാണ്. 3 മണിയൊക്കെ ആയി അന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് സദ്യ, മീൻ സദ്യ. നമുക്ക് മീൻ കറിയുണ്ട്, തേങ്ങ അരച്ച മീൻ കറി, മീൻ വറുത്തത്, കൊഞ്ച് റോസ്റ്റ്, അതുപോലെ തന്നെ മീനച്ചാർ. പേരിന് വേണ്ടി മാത്രം സൈഡിലൊരു മെഴുക്ക് വരട്ടി. ഇതാണ് ബിന്ദു ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ത്രൂ ഔട്ട് ഇത് ചെയ്യാനായിട്ട്. ഫൈനലി ഞങ്ങളങ്ങനെ ഹാപ്പി ആയിട്ട് ലഞ്ച് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തു. നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇതേപോലെ മീനിൻ്റെ പല വിഭവങ്ങൾ ഒരു ദിവസം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ.